വയനാട്ടിൽ ഉരുൾപൊട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ഉരുൾപൊട്ടാനുള്ള കാരണം എന്താണെന്ന് കൂടി നമുക്കറിയില്ലേ. മഴ പെയ്ത് മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് താഴോട്ട് വരും. അത് സർവ്വസ്വാഭാവികமான വിഷയമാണ്. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് വയനാട്ടിൽ ദുരന്തം നടന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഇവിടെ സംഘികളുടെ അമ്മയെ കശാപ്പ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞതാരാണെന്ന് കണ്ടേ, ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു സംഖ്യയാണെന്ന്. നിങ്ങളുടെ സംശയം തെറ്റിയില്ല, സംഖ്യ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, 2018 വെള്ളപ്പൊക്കം ഉണ്ടായതും അതേപോലെ തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായതൊക്കെ അതിന് കാരണം ഇവിടെയുള്ള ആൾക്കാര് പശുവിനെ പുഴുങ്ങി ഫ്രൈ ആക്കുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അയ്യേ ചാണകം. ആദ്യം ഞാനൊരു ന്യൂസ് കാണിച്ചു തരാം. എന്തായാലും ആ ന്യൂസ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കുറച്ച് ഹിന്ദി വാക്കുകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഓക്കെ, പ്ലേ ചെയ്യാം. വയനാട്ടിലെ ദുരന്ത ഭൂമിയെ അപമാനിച്ച് രാജസ്ഥാനിലെ മുതിർന്ന BJP നേതാവും മുൻ MLA-യുമായ ഗ്യാൻദേവ് അഹൂജ. അയാളെ പേരെന്താ പറഞ്ഞത്? ഗ്യാൻദേവ് അഹൂജ. ഗ്യാൻദേവ് അഹൂജ. ആഹാ, നല്ല പേര്. എങ്ങനെ അപമാനിച്ചത് അതുകൂടി ഒന്ന് കേൾക്കണം. കേരളത്തിൽ ഗോവധം ഉള്ളതുകൊണ്ടാണ് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് ഗ്യാൻദേവ് അഹൂജയുടെ വിവാദ പരാമർശം. കേരളത്തിൽ ദുരന്തം സംഭവിക്കുന്നത് ഇവിടെ ഗോവധം നടത്തുന്നതിനെ കൊണ്ടാണ്. അതായത് ഗോവധം എന്ന് വെച്ചാൽ നമ്മുടെ സംഖ്യമാരുടെ അമ്മമാരെ അറുത്ത് കശാപ്പ് ചെയ്ത് കറിവെച്ച് തിന്നുന്നതിനെ കൊണ്ടാണെന്നാണ് ഇതേപോലത്തെ കുറച്ച് ആളുകൾ പറയുന്നത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അവരോടാണ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ. നിങ്ങളോടല്ല പറഞ്ഞു തന്നിട്ട് എന്ത് കാര്യമോ? എന്നാലും പറഞ്ഞു കൊടുക്കാതെ നിൽക്കാൻ നിവൃത്തിയില്ല. ഇത് കേരളമാണ്. കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉരുൾപൊട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. ഉരുൾപൊട്ട് മാത്രമല്ല, മഴ കൂടിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും ഉണ്ടാവും. അത് ഭൂമിയുടെ ഒരു ശാസ്ത്രം അങ്ങനെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മഴ പെയ്ത് ദുരന്തം ഉണ്ടാകുന്നത് ഇവിടെ ഗോവധം നടത്തുന്നതിനെ കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചോറ് തിന്നുന്ന ആരെങ്കിലും അത് വിശ്വസിക്കുക? ഗോവധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇനിയും ദുരന്തങ്ങൾ തുടരുമെന്നും അഹൂജ പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഉണ്ടായതല്ല ദുരന്തം എന്ന് പറയേണ്ടത്, ഇനി വരാൻ പോകുന്നതാണ് ദുരന്തം എന്ന് പറയേണ്ടത്. മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഉണ്ട് നമ്മുടെ തലയുടെ മുകളിൽ അണുബോംബ് പോലെ നിൽക്കുന്നത്. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇവരെ പോലുള്ള മണ്ടന്മാരായിട്ടുള്ള സംഖ്യകളൊക്കെ വന്നിട്ട് പറയും ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടിയത് ഇവിടെ ഗോവധം നടത്തുന്നതിനെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിശയിക്കാനില്ല. കാരണം ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. 124 വർഷമൊക്കെ പഴക്കമുള്ള ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അത് ഗോവധം ചെയ്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും വിശ്വസിക്കുക? അതുപോലെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ടീമാണ് ഇതൊക്കെ. രാജസ്ഥാനിലെ മുതിർന്ന BJP നേതാവും മുൻ MLA-യുമായ രാജസ്ഥാനിൽ മുൻ MLA ആയിരുന്നു പോലോ ഇങ്ങനെ പറഞ്ഞ ഇദ്ദേഹത്തെ രാജസ്ഥാനിലുള്ള ചാണകങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ തോൽപ്പിച്ചത്. ഇങ്ങനെയൊക്കെ വിടുവായിത്തരം പറയുന്ന ആൾക്കാരാണ് BJP-യിൽ കൂടുതലുള്ളത്. മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ദുരന്തമുഖത്ത് കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് സമാശ്വാസ വാക്കുകൾക്ക് പകരം അധിക്ഷേപ പരാമർശം നടത്തിക്കൊണ്ട് BJP നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. BJP-ക്കാർ ഇങ്ങനെ ചിന്തിച്ചതിൽ തെറ്റൊന്നും പറയാൻ പറ്റൂല. കാരണം BJP-ക്കാർ കേരള നിയമസഭയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ BJP-ക്കാരില്ലാത്ത സംസ്ഥാനം നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവന്മാരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞ അദ്ദേഹമില്ലേ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് 2 വാക്ക് കേൾക്കാനുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. അയാൾ ഹിന്ദിയാണ് പറയുന്നത്. ഹിന്ദി എനിക്ക് വ്യക്തമായിട്ട് പുറിയാതെ തമ്പി. എന്തായാലും പ്ലേ ചെയ്യ്. केरल में 2018 से लगातार जनानी हो रही है. बादल फट रहे हैं, कभी मलप्पुरम, कभी वायनाड, कभी त्रिवेंद्रम, कभी. ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് കേരളത്തിൽ ദുരന്തം നടക്കാൻ ഇനിയും സാധ്യത ഉണ്ടെന്നാണ്. അതായത് വയനാട്, മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനിയും ദുരന്തം നടക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാവുമ്പോ സെല്ലി, ഇയാളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മതിയടാ, ഇല്ലാത്ത ദുരന്തം ഓടി വരും ഇവിടെ. उसका कारण ये है कि वहाँ जैसे हमारे मेवात में मैं कहता था कि वहाँ गो कृषि बहुत होती है. ഇദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ ദുരന്തം നടക്കാനുള്ള കാരണം ഗോവധമാണെന്ന്. ഇദ്ദേഹത്തിനോടായിട്ട് നമ്മൾ കാലക്കേടിനെ ചോദിച്ചു പോയി, ദുരന്തം നടക്കാതെ നിൽക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞേനെ ഗോമൂത്രം കുടിക്കുക, ചാണകം വാരി തിന്ന. അങ്ങനെ പറഞ്ഞാലും അതിശയൊന്നുമില്ല. അതേപോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ. भारत का गौवंश पूजनीय है, भारत का गौ माता वंदनीय है और वहाँ गाय को काट करके खाते हैं. गाय का खून असामान्य रूप से धरती पर गिरता है. സംഖ്യ അണ്ണാച്ചി ഹിന്ദി തെറിയാത്. അതുകൊണ്ട് ഇതിന് എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായാലാണ് ഇതിന് എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ഹിന്ദി പുറിയാത്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.